നമുക്കൊരു ചക്ക മൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് പറിച്ച് വെക്കുകയാണ്. അപ്പോൾ ആദ്യം ഒന്ന് കത്തി കൊണ്ട് ചൂഴ്ന്ന് നോക്കാം മൂപ്പായിട്ടുണ്ടോയെന്ന്. പഴുക്കാനായിട്ടില്ല, എന്നാൽ നന്നായിട്ട് മൂത്തിട്ടുമുണ്ട്. അപ്പോൾ ഉപ്പച്ചി ഞാനും കൂടെ അത് പറിച്ചെടുക്കുകയാണ്. അത്യാവശ്യം വലുപ്പമുള്ള ചക്കയാണ് കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് വെട്ടി നോക്കണം. ഉമ്മച്ചിയാണ് വെട്ടുന്നത്. കോടാലി കൊണ്ട് നടുകെ പിളർന്നിട്ട് 2 പീസാക്കി എടുത്തു. നല്ല മൂപ്പ് വന്നിട്ടുണ്ട് ചുള. നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. വൈകുന്നേരത്തെ ചായക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പറിച്ചിട്ട്. അപ്പോൾ അതിൽ മോന് പഴുത്തത് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു കഷ്ണം പഴുക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ട് കവറിലേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ, മോനും ഉമ്മച്ചിയും കൂടെ. അപ്പോൾ അവരത് കവറിലൊക്കെ എടുത്ത് സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ദിവസത്തേക്ക് അവിടെ ഇരിക്കട്ടെ, അപ്പോഴേക്കത് പഴുത്ത് കിട്ടും. അപ്പം വരിക്കയാണോ കൂഴയാണോ എന്നൊക്കെ അറിയാമല്ലോ. അങ്ങനെ ചക്കയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് നന്നായി അരിഞ്ഞെടുക്കണം. അതിൻ്റെ ചകിണിയൊക്കെ കളഞ്ഞൊന്ന് അരിഞ്ഞെടുക്കണം. ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് കല്ലുപ്പ് ഇട്ട് കൊടുത്തു. അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. കുക്കറിൽ ഒരു 2-3 വിസിലടിയട്ടെ. അപ്പം ചക്കയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 രീതിയിലാണ് വറവിടുന്നത്. ഇവിടെ അമ്മച്ചിക്കും കുട്ടികൾക്കും അധികം എരിവ് പറ്റില്ല. അപ്പോൾ അവർക്ക് വെളുത്തുള്ളിയും ചതച്ചിട്ട് കറിവേപ്പിലയും ഇട്ട് വെറുതെ ഒന്ന് വറവിട്ടെടുക്കുകയാണ്. പിന്നെ ഞങ്ങൾ ചക്കയിൽ അങ്ങനെ കടുക് പൊട്ടിക്കാറില്ല കേട്ടോ. ചായക്കായതുകൊണ്ട് ഈ രീതിയിലാണ് ഉണ്ടാക്കുക. അപ്പോൾ അവർക്കുള്ളത്, കുട്ടികൾക്കും അമ്മച്ചിക്കുള്ളതൊന്ന് മാറ്റിയെടുത്തു. അപ്പോൾ ഉള്ളിയും അതൊക്കെ മൂത്തിട്ടുണ്ട്. അതിലേക്ക് ചക്കയും ഇട്ട് വറവിട്ടെടുത്തു കേട്ടോ. ഇനി ബാക്കിയുള്ള അവർക്ക് ഇഷ്ടത്തിന് എരിവ് ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വറവിടലാണ്. അതിതുപോലെ തന്നെ അതിലേക്ക് ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ചതച്ചിട്ട് വെച്ചിട്ടുള്ള പച്ചമുളക്, കുരുമുളക്, വെളുത്തുള്ളി ഇത്രയും ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ആദ്യം ഓരോന്നായിട്ട് കൊടുത്തു. മൂത്ത് വരുമ്പോൾ നമ്മുടെ കറിവേപ്പിലയോട്ട് നന്നായി ഒന്ന്. ഈ പ്ലാവിൽ നിന്നാണ് നമ്മൾ ചക്ക പറിച്ച് വേവിച്ചിട്ടുണ്ടായത് കേട്ടോ. വേവിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ വർഷം ആദ്യമായിട്ടാണ് ഇത്രയും ചക്ക ഉണ്ടാകുന്നത്. ഇതിൽ കുഞ്ഞു കുഞ്ഞു ചക്കകളാണ് കേട്ടോ. ഒരു തവണ പറിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ തവണ വേവിക്കാൻ മാത്രമേ ഉള്ളൂ. വറുത്ത് നോക്കിയിട്ടില്ല. ഇനി ഒരു തവണ ഇതൊന്ന് പറിച്ചൊന്ന് വറുത്ത് നോക്കണം, ടേസ്റ്റ് ഉണ്ടോ ഇല്ല എന്നറിയാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ ചക്ക വിശേഷം ഇത്രയാണ് കേട്ടോ ഉള്ളത്.